ഗണപതയേ നമഃ. ഓം ശക്തി പരാശക്തി. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹര ഹര മഹാദേവ. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര മുരുക. നമ്മൾ സ്കന്ദപുരാണാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ അമ്മയുടെ വീടിന് തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഒത്തിരി സന്തോഷമായി എനിക്ക് അവിടെ പോവാൻ സാധിച്ചതിൽ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അത് കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ദപുരാണത്തിലെ ദേവേന്ദ്രൻ കൈലാസത്തിലേക്ക് എന്നുള്ള ഒരു ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആ ഭാഗം വായിക്കാം, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. അച്ചു, രഞ്ജിത്ത്, ശരത് കുമാർ, മാണിക്കൽ, ഇത്രയും പേര് വന്നിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇത് വായിച്ച അർത്ഥം പറഞ്ഞുതരാം, ശ്രദ്ധയോടെ കേൾക്കുക. ഹര ഹരോ ഹര ഹര മുരുക. ദേവേന്ദ്രൻ കൈലാസത്തിലേക്ക്. അഗസ്ത്യമുനിയുടെ കമണ്ഡലം അറിഞ്ഞ് അതിൽ നിന്ന് ഉത്ഭവിച്ച കാവേരി നദി ഭൂമി മാതാവിന് അഭിവൃദ്ധിയും കുളിർമയും പ്രദാനം ചെയ്ത് പതഞ്ഞൊഴുകി തമിഴ്നാടിന് ഐശ്വര്യവും ശ്രേയസ്സും അരുളി ചെയ്തു. അപ്പോൾ അഗസ്ത്യ മഹർഷിയുടെ ആ കമണ്ഡലുവിൽ നിന്ന് വീണ ആ കാവേരി നദി പിന്നീട് എന്ത് ചെയ്യുകയാണ്? ഭൂമി മാതാവിന് അഭിവൃദ്ധിയും അതുപോലെ കുളിർമയും നൽകുകയും അതുപോലെ തന്നെ എന്താണ് തമിഴ്നാടിൻ്റെ ഐശ്വര്യവും ശ്രേയസ്സുമായിട്ട് ആ കാവേരി നദി അവിടെ ശ്രേയസ് അരുളി അവിടെ ഒഴുകുകയാണ്. പ്രസ്തുത നദി ദേവേന്ദ്രൻ തപസ്സനുഷ്ഠിക്കുന്ന ശീർക്കാഴിയിലും എത്തി. ഭൂമിയെ കുളിരണിയിച്ചുകൊണ്ട് ഒഴുകിയെത്തിയ കാവേരി നദിയെ കണ്ട് ദേവേന്ദ്രൻ ആനന്ദ നിർവൃതി പൂണ്ടു. ശ്രീ പരമേശ്വര പാദാർച്ചനകൾക്കായി ദേവേന്ദ്രൻ നട്ടുപിടിപ്പിച്ച നന്ദനവന ചെടികൾ പുതുജീവൻ പ്രാപിച്ച് തഴച്ചു വളർന്നു. അവയിൽ സുഗന്ധ കുസുമങ്ങൾ നിറഞ്ഞു. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞു വന്ന ദേവേന്ദ്രൻ തന്റെ കഷ്ടതകൾ മാറുന്നതിനും മനഃശാന്തി ലഭിക്കുന്നതിനും വേണ്ടി പൂക്കൾ ഇറുത്തെടുത്ത് ശ്രീ പരമേശ്വരന് അഭിഷേകാർച്ചനകൾ നടത്തി പൂജിച്ചു പോന്നു. അങ്ങനെ ദേവേന്ദ്രന്റെ ആ പ്രസ്തുത ശീർക്കാഴിയിലേക്ക് ഈ നദി ഒഴുകി ചെല്ലുകയാണ്. അങ്ങനെ ദേവേന്ദ്രന് അവിടെ തൻ്റെ നന്ദനവനം വീണ്ടും തളിർക്കുകയാണ്. അങ്ങനെ ആ ജലം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പരമേശ്വര പൂജയും പരമേശ്വര അഭിഷേകവും നടത്തുകയാണ് ആര്? ദേവേന്ദ്രൻ. ശൂരപത്മാസുരനാൽ പീഡിപ്പിക്കപ്പെട്ട ദുഃഖിതരായ ദേവന്മാർ ദേവരാജനെ അന്വേഷിച്ചു കണ്ടുപിടിച്ച് ശീർക്കാഴിയിൽ എത്തിച്ചേർന്നു. തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന് ആശ്രയം നൽകേണ്ട ദേവരാജനോട് അവർ സങ്കടമുണർത്തിച്ചു. സത്യധർമാദികൾ എന്തെന്നറിയാത്ത അസുരന്മാരുടെ ഇടയിൽ നിരാശ്രയരായി ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവിടുന്നും പത്നിയും ഇവിടെ വന്ന് ഒളിവിൽ വസിക്കുന്നത് ധർമ്മമാണോ? ദേവദേവ, ദേവപ്രജകളായ ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് ദേവരാജാവായ അങ്ങയുടെ ചുമതലയല്ലേ? ക്രൂരന്മാരായ താരകാസുരന്റെയും സിംഹമുഖാസുരന്റെയും ശൂരപത്മാസുരന്റെയും മുമ്പിൽ ദേവന്മാരെ എറിഞ്ഞു കൊടുത്തിട്ട് അവിടുന്നും പത്നിയും ഒളിവിൽ കഴിയുകയെന്നത് ബ്രഹ്മഹത്യാ പാപത്തിനു തുല്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഒളിവിൽ കഴിയുന്നത്? മറ്റുള്ള ദേവന്മാരെ എല്ലാവരെയും ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുടെ മുൻപിൽ ഇട്ടുകൊടുത്തിട്ട് അങ്ങും അങ്ങയുടെ പത്നിയും കൂടി ഒളിവിൽ പോയി താമസിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നിവിടെ ദേവന്മാര് ആരോട് പറയുകയാണ്? ദേവേന്ദ്രനോട് പറയുകയാണ്. ദേവരാജാവേ, ശൂരപത്മാതി രാക്ഷസന്മാർക്ക് സേവ ചെയ്ത അഭിമാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ വേദങ്ങളും ആചാരാനുഷ്ഠാന ശീലങ്ങളും ശ്രീ പരമേശ്വര പൂജയും മറന്ന് പരമചണ്ടാളന്മാരെ പോലെ കഴിയുകയാണ്. അസുരന്മാർ അടിമപ്പെട്ട് ഇനിയും ജീവിക്കുവാൻ സാധ്യമല്ല. നിരാശ്രയരായി പരിതപിക്കുന്ന ഞങ്ങളുടെ ദുഃഖം തീർക്കുന്നതിന് വേണ്ടത് ചെയ്യുക എന്നത് അവിടുത്തെ ധർമ്മമാണ്. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ഈ ശൂരപത്മാസുരാദികൾക്ക് അവരുടെ അടിമകളെ പോലെ അവർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ട് ഞങ്ങള് ദേവന്മാരുടെ എല്ലാ തരത്തിലുള്ള ശ്രേയസ്സുകളും ഞങ്ങളുടെ എല്ലാ അഭിമാനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ അസുരന്മാരെ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് ഇല്ലാതെ ആക്കേണ്ടതാണ്, ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്നിവിടെ പറയുകയാണ് ദേവന്മാര്. ഇപ്രകാരമുള്ള ദേവന്മാരുടെ ആവലാദികൾ ശ്രവിച്ച് ദേവേന്ദ്രൻ ദുഃഖാകുലനായി ഭവിച്ചു. വളരെ നേരം ആലോചിച്ചിട്ടും പരിഹാരമാർഗം കണ്ടെത്തുവാൻ സാധിക്കാതെ ദേവരാജൻ ദീർഘനിശ്വാസം ചെയ്തു.
തന്റെ ദയനീയാവസ്ഥ ദേവന്മാരെ അറിയിച്ചു. സ്നേഹസമ്പന്നരായ ദേവന്മാരെ, അനേകം വരസിദ്ധികൾ നേടിയിട്ടുള്ള ശൂരപത്മാസുരനും സഹോദരന്മാരും അജയ്യരാണ്. അവരുമായി എതിർത്ത് യുദ്ധം ചെയ്യുവാൻ നമുക്ക് ശക്തിയില്ല. നമ്മെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനും നമ്മുടെ പത്നിയായ ഇന്ദ്രാണിയെ അപഹരിക്കുവാനും അനേകം രാക്ഷസ കിങ്കരന്മാരെയും രാക്ഷസികളെയും ശൂരപത്മാസുരൻ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന ഈ ദേവന്മാരുടെ വാക്ക് കേട്ടിട്ട് വളരെയധികം വിഷമിക്കുകയാണ് ഇന്ദ്രഭഗവാൻ. എന്നിട്ട് ഇന്ദ്രഭഗവാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല. കാരണം അവർ അത്രയും ശക്തിശാലികളാണ്. അവർക്ക് ഒരുപാട് രാക്ഷസ കൂട്ടങ്ങളുണ്ട്. അവരുടെ രാക്ഷസ കൂട്ടങ്ങൾ അത്രയും ബലവത്തായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്യാദികളായിട്ടുള്ള ഇങ്ങനെയുള്ള ഈ രാക്ഷസന്മാരെ നിഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാക്ഷസന്മാരെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് തനിക്ക് കഴിയുന്ന കാര്യമല്ല. അത് മാത്രമല്ല, എന്താണ് പറയുന്നത്, തന്നെയും തൻ്റെ പത്നിയായിട്ടുള്ള ഇന്ദ്രാണിയും അവർ തടവിൽ പാർപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം കഴിയാത്ത കാര്യമാണ്. കാരണം അവർ വളരെയധികം ബലശാലികളാണ് എന്ന് ദേവേന്ദ്രൻ ദേവന്മാരോട് പറയുകയാണ്. ഈ അവസ്ഥയിൽ ഗത്യന്തരമില്ലാതെ ഇന്ദ്രാണിയും ഒത്ത് ഒളിവിൽ പോരുന്നതിന് നാം നിർബന്ധിതനായി. അപ്പൊ അങ്ങനെയുള്ള ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ എതിർത്ത് നിൽക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ദ്രാണിയും കൊണ്ട് തനിക്ക് എവിടേക്ക് പോകേണ്ടി വന്നത്, വനത്തിൽ ഒളിച്ചു താമസിക്കാൻ ഇന്ദ്രാണിയും കൊണ്ട് പോകേണ്ടി വന്നത് എന്നാണ് ഇവിടെ ഇന്ദ്രദേവൻ പറയുന്നത്. നമ്മുടെ പദവിയും സുഖവും നമുക്ക് വലുതല്ല. നിങ്ങൾക്ക് വേണ്ടി എപ്രകാരമുള്ള ത്യാഗം സഹിക്കുവാനും നാം സന്നദ്ധനാണ്. നമുക്ക് ഏർപ്പെട്ടിരിക്കുന്ന ദുഃഖം ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ തീരുകയുള്ളൂ. അതിനായി ശ്രീ പരമേശ്വരനെ സംപ്രീതനാക്കുന്നതിന് നാം തപസ് അനുഷ്ഠിച്ചു വരികയാണ്. വരൂ ദേവന്മാരെ, നാം ഒരുമിച്ച് കൈലാസാദ്രിയിൽ ചെന്ന് സർവേശ്വര കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. എന്നിട്ട് ഇന്ദ്രദേവൻ പറയുകയാണ്, എനിക്ക് ഇതിലൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി ചെയ്യാൻ സാധിക്കുന്നത് ഒരേ ഒരു ഭഗവാന് മാത്രമാണ്. ആർക്കാണ്? ശിവഭഗവാന് മാത്രമേ ഈ ഇത്യാദിയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ശിവഭഗവാനെ പ്രാർത്ഥിക്കാം. ശിവഭഗവാന്റെ അടുത്തേക്ക് കൈലാസത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ദേവന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് ഇന്ദ്രദേവൻ ശിവഭഗവാന്റെ അടുത്തേക്ക് കൈലാസത്തിലേക്ക് പോവുകയാണ്. ദേവേന്ദ്ര വചനങ്ങൾ കേട്ട് ബോധ്യപ്പെട്ട ദേവന്മാർ അദ്ദേഹം പറഞ്ഞ പ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു. ദേവന്മാരും താനും സർവേശ്വര കാരുണ്യലബ്ധിക്കായി കൈലാസാദ്രിയിലേക്ക് പോകുന്ന വിവരം അറിയിക്കുന്നതിന് ദേവേന്ദ്രൻ ഇന്ദ്രാണിയുടെ സമീപത്തേക്ക് പോയി. ഇന്ദ്രാണിയോട് ദേവേന്ദ്രൻ തന്റെ സങ്കടാവസ്ഥ അറിയിച്ചു. അദ്ദേഹം ദേവിയോട് യാത്രാനുമതി തേടി. ദേവി, നമ്മെ മാത്രം വിശ്വസിച്ചു കഴിയുന്ന ദേവന്മാരുടെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് സമയമായിരിക്കുന്നു. അതിനാൽ നാം ശ്രീ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതിന് ദേവന്മാരുമൊത്ത കൈലാസഗിരിയിലേക്ക് പോവുകയാണ്. നമുക്ക് യാത്രാനുമതി നൽകിയാലും. ഇത് കേട്ട് ഇന്ദ്രാണി പരിതപിച്ചു. അപ്പൊ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇന്ദ്രാണി വളരെയധികം പരിതപിക്കുകയാണ്. കാരണം നമ്മളും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ദേവന്മാരും എല്ലാവരും തന്നെ എവിടേക്ക് പോവുകയാണ്? കൈലാസാദ്രിയിലേക്ക് പോവുകയാണെന്ന് പറയുകയാണ്. ആ സമയത്ത് ഇന്ദ്രാണി വളരെയധികം പരിതപിക്കുകയാണ്. സ്ഥാനമാനങ്ങളും ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട അടിയൻ ആശ്വാസമായി കഴിയുന്നത് അവിടുത്തെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അവിടുന്ന് അടിയനെ വിട്ടുപിരിഞ്ഞാൽ അടിയനത് അസഹ്യമായി തീരും. നമ്മുടെ പുത്രൻ ജയന്തനും വാഹനമായ ഐരാവതവും പ്രിയ സഖിമാരും നമ്മോടൊപ്പമില്ല. ധർമ്മബോധമില്ലാത്ത അസുരന്മാർ ഈ ഉള്ളവളെ അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് തക്കം പാർത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എപ്രകാരമാണ് അബലയായ അടിയൻ തനിച്ചു വസിക്കുന്നത്? അടിയനും അങ്ങയോടൊപ്പം വരുന്നതിന് ദയവായി അനുവാദം നൽകിയാലും. അപ്പോ ഇന്ദ്രാണി പറയുകയാണ്, സ്ഥാനമാനങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. അത് മാത്രവുമല്ല, എൻ്റെ പുത്രന്മാരും ആരും തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ കൂട്ടിനില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാർ വന്ന് എന്നെ അപഹരിച്ചുകൊണ്ട് പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാനും അങ്ങയോടൊപ്പം വരികയാണ്. എന്നെ ഇവിടെ തനിച്ചാക്കി പോകരുതേ ഇന്ദ്രദേവ എന്ന് ഇന്ദ്രാണി ഇന്ദ്രദേവനോട് കരഞ്ഞപേക്ഷിക്കുകയാണ്. പത്നിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു, ദേവി ദുഃഖിക്കരുത്. നിനക്ക് സഹായത്തിന് മറ്റാരുമില്ലെന്ന് കരുതി വിഷമിക്കേണ്ട. ശ്രീ പരമേശ്വരനും വിഷ്ണുദേവനും പുത്രനായി ഉത്ഭവിച്ച ശ്രീ അയ്യപ്പസ്വാമി നിന്നെ കാത്തുകൊള്ളും. ഭക്തപ്രിയനായ ഹരിഹരപുത്രൻ ആശ്രിത വത്സലനാണ്. മഹിഷീമർദ്ദനായ ശ്രീ ധർമ്മശാസ്താവ് ലോകരക്ഷകനാണ്. പുലിവാഹനനായ ശ്രീ അയ്യപ്പനെ നിനച്ചു കഴിയുകയിൽ പിന്നെ രാക്ഷസന്മാരെ ഭയപ്പെടുകയേ വേണ്ട. ഇത് കേട്ട് അത്ഭുതം കൂറിയ ഇന്ദ്രപത്നി ചോദിച്ചു,
അവിടുന്ന് ഉര ചെയ്തത് സത്യമാണോ? ശ്രീഹരിക്കും ഹരനും പുത്രൻ ഉത്ഭവിച്ചുവെന്നോ? ആ ആശ്ചര്യകരമായ സംഭവ കഥ ദയവായ അടിയനെ കേൾപ്പിച്ചാലും. ഇന്ദ്രൻ ആ കഥ പറയാൻ ആരംഭിച്ചു. അങ്ങനെ പത്നിയെ ഇന്ദ്രദേവൻ ആശ്വസിപ്പിക്കുകയാണ്. ഇന്ദ്രദേവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതായത് വിഷ്ണു ഭഗവാന്റെയും അതുപോലെ തന്നെ ശിവഭഗവാന്റെയും പുത്രനായിട്ടുള്ള അയ്യപ്പൻ അവതാരം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അയ്യപ്പ ഭഗവാൻ നിന്നെ കാത്തുകൊള്ളുന്നതാണ് ഇന്ദ്രാണി എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ദ്രാണി അയ്യപ്പ ഭഗവാനെ കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പുത്രൻ ജനിച്ചുവോ, വിഷ്ണു ഭഗവാനും മഹാദേവനും അങ്ങനെ ഒരു പുത്രൻ ജനിച്ചുവോ, ആ പുത്രനെ കുറിച്ച് തനിക്ക് അറിയണം എന്ന് കരുതിക്കൊണ്ട് ആ പുത്രനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇന്ദ്രാണി ചോദിക്കുകയാണ്. അപ്പോൾ ആരാണ് ഇന്ദ്രഭഗവാൻ അയ്യപ്പന്റെ കഥ പറയുകയാണ്. അങ്ങനെ അയ്യപ്പന്റെ കഥ എന്നുള്ളൊരു ഭാഗം അത് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര, ഹര ഹരോ ഹര ഹര. അപ്പൊ ഇന്ന് ഇത്രയും ഭാഗമാണെന്ന് വായിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഭാഗമായിട്ട് വായിച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് അത്ര ബോറടിക്കില്ല. എല്ലാ 2-3 ഭാഗങ്ങൾ വായിച്ച് പറയുമ്പോൾ ഒരുപാട് നീണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങൾ ലൈവ് ഫുള്ളായിട്ട് കേൾക്കാൻ നിൽക്കത്തില്ല. അതുകൊണ്ട് ഓരോ ഭാഗമായിട്ട് പറയുന്നത്. ഹരഹരോ ഹരഹര. അപ്പൊ ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേന്ന് നോക്കാട്ടോ. കുറച്ച് പേര് വന്നിട്ടുണ്ട്. അച്ചു, രഞ്ജിത്ത്, കിരൺ മുരളീധരൻ, വികാശ് കുമാർ, അമ്പിളി ശ്രീകുമാർ, ഷിജി സഞ്ജയ്, ഇത്രയും പേരുമാണ് കേട്ടോ എന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് സ്കന്ദപുരാണത്തിന്റെ ഇത്രയും ഭാഗം. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അയ്യപ്പന്റെ കഥയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ എനിക്ക് വളരെയധികം ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. അതെന്ന് പറയുന്നത് എൻ്റെ അമ്മ ജനിച്ചു വളർന്ന സ്ഥലമാണ്, ചാത്തന്നൂരാണ്. അവിടുത്തെ കണ്ണേറ്റ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. അവിടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ പോയി, പക്ഷെ എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല, അവിടെ അടച്ചിട്ടാക്കുമായിരുന്നു. ആ ടൈമിലാണ് ഞാൻ പോയത്. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണണം. അതിന് മുന്നേ തന്നെ അച്ഛന്റെ കുടുംബത്തിൽ പോയതും അമ്മയുടെ കുടുംബത്തിൽ പോയതും ഒക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോ. അപ്പൊ അതെല്ലാവരും ഒന്ന് കാണണം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് RKSP വ്ളോഗ് എന്നാണ്. അതും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യണം, ഒരുപാട് അമ്പലങ്ങളിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അതിനൊന്നുള്ള സമയം വലുതായിട്ട് കിട്ടുന്നില്ല. അപ്പം ഇടയ്ക്ക് എനിക്ക് ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കുക. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ലൈവ് ഇടയ്ക്കിടയ്ക്ക് വരാൻ കഴിയില്ല. ചിലപ്പം കുറച്ച് ബ്രേക്ക് എടുത്തിട്ടേ എനിക്ക് ലൈവ് വരാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കലികാലമാണ്. ഈ കലികാലത്തിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, മനുഷ്യര് എല്ലാ തരത്തിലും ഓരോ സ്ഥലത്തുള്ള ഇതായിരിക്കില്ല. മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ സാഹചര്യങ്ങളായിരിക്കും. അപ്പൊ അതെല്ലാരും മനസ്സിലാക്കുക. അപ്പം നമുക്ക് പുറത്തോട്ട് പോകുന്ന ടൈമിൽ ഇപ്പൊ നമ്മളൊരു എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് പലതരത്തിലുള്ള എന്താ പറയാ, പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പല തടസ്സങ്ങൾ ഉണ്ടാവാം, അങ്ങനെ പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാരും മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ, ഭക്തിയിലേക്കും കൂടി വരിക. എല്ലാരും വൈകുന്നേരങ്ങളിലൊക്കെ വിളക്കത്തിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടായാലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായാലും എല്ലാം പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെയൊക്കെ നമ്മൾ വിട്ടുകളയാം. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഭക്തികരമായിട്ടുള്ള കാര്യങ്ങളായാലും ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെയൊക്കെ നമുക്ക് ഒരു മനസ്സിനായാലും ഒരു സമാധാനം ഉണ്ടാവുന്നതായിരിക്കും. പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ കുടുംബത്തിലായാലും ഏത് രീതിയിലായാലും നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ സ്വാതന്ത്ര്യം ചിലപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും എന്താ പറയാ, ഒരു ഭക്തിയിലേക്ക് ഡിവോഷനിലും കൂടെയൊക്കെ വരണം എന്ന് പറയുന്ന കാര്യം അതുകൊണ്ടാണ് കേട്ടോ.
ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം, വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതും എല്ലാവരും കാണുക. അതുപോലെ ഇങ്ങനെയുള്ള ഡിവോഷണൽ ചെയ്യുന്ന കാര്യങ്ങളും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്, നല്ലൊരു ദിവസം നേരുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര. ജയ് ശ്രീ രാധേശ്യാം.